രാവിലത്തെ ഒരു വാമിംഗ് അപ്പിന് എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? ഹലോ, ഞാനാ ചേച്ചി. അച്ഛൻ പറഞ്ഞിട്ട് വിളിക്കുക. അച്ഛാ, ദേ ചേച്ചി ലൈനുണ്ട്. മോളെ, എന്താ അച്ഛാ? ഒന്നുമില്ല. രാവിലെ നമ്മുടെ കമ്പനിയുടെ ഒരു കോൺഫറൻസ് വെച്ചിട്ടുണ്ട്. അത് ഓർക്കാതെ രാമേന്ദ്രൻ വർക്ക് സൈറ്റിൽ പോയാലേ സമയം തെറ്റും. ഓക്കെ, he'll be there on time. അച്ഛന്റെ ശബ്ദത്തിന് എന്തോ ഒരു വല്ലായിക. ഒന്നുമില്ല മോളെ, ഒരു ചെറിയ കോൾഡ്. നോ നോ, ഡോണ്ട് പ്ലേ വിത്ത് മീ. അച്ഛൻ ഇന്നലെ ചെക്കപ്പിന് ചെന്നിട്ടില്ലെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ പാടില്ല, ശരീരം ശ്രദ്ധിക്കണം. ശരി മോളെ, ഇന്ന് എന്തായാലും ശ്രദ്ധിച്ചേക്കാം. ഓക്കെ. ഇപ്പഴെങ്ങനെ 1-8 നിന്റെ ലവ് ഏറ്റവും പൊട്ടിച്ചില്ലേ? കള്ളക്കളി കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കണം. ഇനി ഒരു ഒറ്റ ലവ് ഇല്ലാതെ എന്ന് വെച്ചാൽ അധികം സ്നേഹിക്കാതെ ഈ ഗെയിം ഞാൻ എടുത്ത് കളിച്ചാ കൊടുക്ക. രാമു, എന്താ ഇങ്ങനെ ചന്തപ്പിള്ളേരെ പോലെ ബഹളം വെക്കുന്നത്? ഇങ്ങനെയാണോ ഷട്ടിൽ കളിക്കുന്നത്? മതി കളിച്ചത്. ഓ, പറഞ്ഞതിലും കൂടുതൽ സമയം ഇന്ന് രാമു ബഹളം വെച്ചു. വേഗം വന്ന് കുളിക്കാൻ നോക്ക്. ഡ്രസ് ചെയ്യാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിന്റെ അമ്മയുടെ ക്ലബിലെ ആളുകളൊക്കെ ഷട്ടിൽ കളിക്കുന്നത് ഇങ്ങനെ വടി പോലെ എന്നിട്ടായിരിക്കും. നല്ല രസം പിടിച്ചു വരായിരുന്നു. രാമു എന്തിനാ ഈ ഡ്രസ് എടുത്തിട്ടത്? ഇതല്ലല്ലോ ഞാൻ എടുത്തു വെച്ചത്. ഇതിനെന്താ മോശം ഭാരതി? മോശമുണ്ട്. ഇതെന്താ മോളെ കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്തോ കുഴപ്പമുണ്ട്. രാമു ഒന്ന് സൂട്ടിൽ തന്നെ ചെന്നാ മതി. ഞാനത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കോൺഫറൻസ് ഉള്ള ദിവസമല്ലേ? നിക്ക്, മുടി ശരിക്കും ഉണങ്ങുന്നതിന് മുൻപ് ഇതിങ്ങനെ കെട്ടിവെക്കണോ? ഇന്നലെ ഞാൻ കൊണ്ടുവന്ന ഫാഷൻ മാഗസീനിൽ നല്ല ചില പാറ്റേൺസ് ഉണ്ട്. നിനക്ക് ചേരുന്ന ചിലത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അനുവിനോട് ഇനി നിന്നെ അമ്മയെന്ന് വിളിക്കണ്ടെന്ന് പറയാൻ പോവാ. നിന്നെ കണ്ടാൽ ഇവളുടെ ചേച്ചിയാണെന്നേ പറയൂ. ചേച്ചി ആയാലും ശരി, അമ്മയായാലും ശരി, അമ്മൂമ്മ ആയാലും ശരി, രാമുന് 2 ഇഡലി തരൂ. എന്നെ അങ്ങനെ സോപ്പിടണ്ട. 40 വയസ്സ് കഴിഞ്ഞാൽ ഭക്ഷണം നിയന്ത്രിക്കണമെന്ന് ഡോക്ടർ നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞാ ഭാരതി. ഒരു സാധാരണ മനുഷ്യനെ പോലെ എനിക്കും കുറച്ച് വിശപ്പൊക്കെ ഉണ്ട്. വിശപ്പൊക്കെ ഏത് മനുഷ്യനും ഉണ്ട് എന്ന് വെച്ച് വാരി വലിച്ചു തിന്നരുത്. സൂക്ഷിച്ച നമുക്ക് തന്നെയല്ലേ നല്ലത്. എത്ര ഒന്നാന്തരം പെർഫ്യൂംസ് ഉണ്ട് രാമു ഈ വീട്ടിൽ. എന്നാലും ചന്ദനത്തായാലും തന്നെ എടുത്ത് പൂശോളൂ. ഗുരുവായൂരമ്പലത്തിലെ മേൽശാന്തിയുടെ മണ രാമു അടുത്ത് വരുമ്പോ. ഭഗവാൻ ഭക്തന്മാർക്ക് അങ്ങനെ ഓരോരോ അനുഗ്രഹങ്ങൾ കൊടുക്കും. എന്തടിച്ചിരിക്കുന്നത്? ആഹാ, എന്തൊരു കോമ്പിനേഷൻ. മേഡ് ഫോർ ഈച്ച് അതർ. എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ദിവസം കഴിയുന്തോറും നീ എങ്ങനെ ഇത്ര സുന്ദരിയാവുന്നെന്ന് നോക്കുക. മണിയടി വേണ്ട. എന്ത് പറഞ്ഞാലും ശരി, 2 ഇഡലി കൂടുതൽ ഞാൻ തരില്ല. ഇഡലിക്ക് വേണ്ടിയല്ല, ഞാൻ സത്യമാ പറയുന്നത്. നിന്റെ ബർത്ത്ഡേക്ക് കഴിഞ്ഞ തവണ നമ്മൾ ബാംഗ്ലൂരിൽ പോയില്ലേ? അന്ന് ബാംഗ്ലൂരിലെ ഹോട്ടൽ മാനേജർ അറിയാതെ എന്നോടൊരു കാര്യം ചോദിച്ചു. എന്ത് കാര്യം? മിസ്റ്റർ രാമേന്ദ്രന് 2 പെമ്മക്കളാണോ? എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? അയാളെ വിഷമിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു. വന്നത് 2 പെമ്മക്കളാണ്, ഭാര്യയെ കൊണ്ടുവന്നിട്ടില്ല. എന്താ രാമുത്? ആ ക്രിസ്റ്റൽ ഗ്ലാസ് പൊട്ടിച്ചല്ലോ. അത് സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിയത്. ഇത്തിരി വെള്ളം കുടിക്കാൻ നീ എന്തിനായി സിംഗപ്പൂരും ക്രിസ്റ്റലും ഒക്കെ എടുത്ത് വെക്കുന്നേ? വല്ല ചെമ്പിന്റെ അലുമിനിയത്തിന് വെച്ചാ പോരെ? എന്ത് കഷ്ടമായി. ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. ഒന്നും തൊടാനും വയ്യ, പെരുമാറാനും വയ്യ. എന്തു വയ്യ? എന്തെങ്കിലും എടുക്കരുതെന്നും തുടരുതെന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയില്ലാത്ത പോലെ രാമുവിന്റെ പെരുമാറ്റം. ഒരിടത്തുനിന്ന് എടുക്കുന്നത് മറ്റൊരിടത്ത് വയ്ക്കും, അവിടുന്ന് എടുത്താ വേറൊരു സ്ഥലത്ത് വയ്ക്കും. ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ളതാ. അത് ഷോക്കേസ് വെച്ച് മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല. മനുഷ്യൻ മറവി ഉണ്ടാവും. പലതും തട്ടും, പലതും മുട്ടും, ചിലത് പൊട്ടും. ഒന്നും വയ്യാന്ന് വെച്ചാ അവനും വിചാരിച്ചാൽ എല്ലാം സാധിക്കും. തട്ടുകയും ചെയ്യാം, മുട്ടുകയും ചെയ്യാം, ഒന്നും പൊട്ടാതെ നോക്കുകയും ചെയ്യാം. ഇതാ കുടിച്ചോളൂ. വേണ്ടേ, എനിക്കിനി ഈ ഗ്ലാസ്സിലെ വെള്ളം ഇറങ്ങില്ല. എത്ര ചെളി, ഒന്ന് വൃത്തിയാവട്ടെ. ഇത് കുളിപ്പിച്ച് കുട്ടിയില്ലാതായി എന്ന് പറഞ്ഞ പോലെ നീ കഴി കൊടുക്കാൻ വണ്ടി ഇല്ലാതാവും. അനുവിന്റെ അച്ഛൻ വരുന്നു. ആഹാ, ആ വരവ് കണ്ടറിയാൻ നല്ല വിശപ്പുണ്ടെന്ന്. അയ്യോ, പിന്നെ ഞാൻ ടിഫിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ? പുട്ടും കടലേ. ആ വാ.
ആ പാത്രത്തിൽ എന്താ? അത് ഇന്നലത്തെ ചോറ് തൈര് ഒഴിച്ചതാ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാ. കുട്ടിക്കാലത്ത് എത്ര കഴിച്ചിട്ടുള്ളതാ അത്. അയ്യോ, എന്നാ പിന്നെ അത് മാത്രമായിട്ട് എന്തിനാ ബാക്കി വെക്കുന്നത്? മുഴുവൻ എടുത്ത് തട്ട്. ഇന്നത്തെ കോൺഫറൻസ് വൈകിയാലും ശരി, ഈ ഇരിക്കുന്നത് മുഴുവൻ തീർത്തിട്ടേ ഞാൻ പോകും. ആ ബീച്ച് സൈഡിലെ ചേരി ഒഴിപ്പിച്ച് കെട്ടിടം പണിയാനുള്ള ഓർഡർ മാധവൻ നായർ പാസ്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. നിന്നെ പലതും അറിയിക്കാറില്ല. അറിയിച്ചാൽ നീ ഉടക്കും, അത്ര തന്നെ. ഈ കാര്യം ഇന്ന് ആ കോൺഫറൻസിൽ ഒന്ന് തറപ്പിച്ച് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ വീണ്ടും പലരും പെരുവഴിയിലാവും. ലേറ്റ് ആയല്ലോ. ഈയിടെയായിട്ട് തനിക്ക് പങ്ക്ച്വാലിറ്റി ഇത്തിരി കുറവാണെന്ന് പറഞ്ഞാൽ ചെറുക്കൻ ബഹളവാ. ഏത് ചെറുക്കൻ? തന്റെ അളിയൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നമ്മുടെ പുതിയ കൺസ്ട്രക്ഷൻ നടക്കേണ്ട സ്ഥലത്തെ കുടിയൊഴിപ്പിക്കാനുള്ള കോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ താമസക്കാരുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? തീരുമാനിക്കാനൊന്നുമില്ല. ഒരുപാട് കാലത്തെ ഡിസ്പ്യൂട്ടിന് ശേഷം ആ ഉത്തരവ് കിട്ടിയത്. വേഗം അടിച്ചു പൊളിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. ഇക്കാര്യത്തിൽ നമുക്കല്പം മനുഷ്യത്വം കാണിച്ചാൽ എന്താ? അവിടുത്തെ താമസക്കാർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണം. എവിടെങ്കിലും പോയി വെച്ചിട്ട് ജീവിച്ചോട്ടെ. പലരും അവിടെ വർഷങ്ങളായി താമസിക്കുന്നവരാണ്. എന്തെങ്കിലും ഒരു രേഖ ഉണ്ടാക്കി വല്ല സ്റ്റേയുമായിട്ട് വന്നാൽ നമ്മുടെ പണി മുടങ്ങും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്കാര്യം അഡ്വക്കേറ്റിന് വിടാം. നല്ല നിലയിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പേര് ദോഷം ഉണ്ടാവില്ല. പോരെ? 5 സ്റ്റാർ ഹോട്ടലിന്റെ ഒരു പ്രോജക്റ്റ് നമുക്കുണ്ടല്ലോ, അതിന്റെ പ്ലാൻ ഒന്ന് ഫൈനലൈസ് ചെയ്യണ്ടേ? രവി വരച്ച പ്ലാൻ ഞാൻ സ്റ്റഡി ചെയ്തു. 10 നിലയുള്ള കെട്ടിടത്തിന് 3.5 അടി ഫൗണ്ടേഷൻ, പില്ലേഴ്സ് ഇല്ല, പൈൽസ് ഇല്ല. അല്ല, ഇപ്പൊ ചെലവ് ചുരുക്കൽ ഒരു ഫാഷനായിരിക്കുന്ന കാലമല്ലേ. രവിയുടെ പ്ലാൻ ആകുമ്പോ ഒരു 30 to 50 lakhs നമുക്ക് സേവ് ചെയ്യാം. 10-40 ലക്ഷം രൂപയുടെ ലാഭം. കോർപ്പറേഷൻ വേസ്റ്റ് ഇട്ട് കായൽ നികത്തിയെടുത്ത ഭൂമിയാ. മാനത്ത് മഴക്കാറ് കണ്ടാൽ ഇന്നും അവിടെ വെള്ളം കെട്ടും. ഇങ്ങനൊരു ലാഭത്തിന് വേണ്ടി കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കളഞ്ഞു കുളിക്കാൻ ഞാനില്ല. രാമു, ഇവൻ ഇതൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. ഇവന്റെ പ്ലാൻ ശരിയല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാറ്റി എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. എന്താ സുരേഷ്? അതെ, രാമേന്ദ്രനെ ഡ്രോയിങ് ശരിയാക്കിയതിന് ശേഷം നമുക്ക് പണി തുടങ്ങാം.